പ്രണാമാः. സംസ്കൃതഭാഷാവർगे सर्वेषां स्वागतं. प्रियछात्राः, भवन्तः पूर्वदिने त्वमेव जननी भव इति पाठभागस्य कञ्चित् भागम् अपठन्. तत्र किम् अपश्यन्? रणाङ्गणे दुर्योधनमन्विष्य आगताः धृतराष्ट्रादयः तां न अपश्यन्. ते अन्वेषणं कुर्वन्तः एव. अग्रे किम् अभवत् इति पश्यामः. शेषं भागम् अहं पठामि, भवन्तः शृण्वन्तु. दुर्जयः: तात अहं गच्छामि. तात कुत्रासि? राजा: अये अयमप्यागतः. सर्वावस्थायां हृदयसन्निहितः पुत्रस्नेहो मां दहति. दुर्जयः: अयं महाराजो भूम्याम् उपविष्टः. राजा: पुत्र किमर्थमागतः? दुर्जयः: त्वं चिरायसीति. अहमपि खलु ते अङ्गे उपविशामि. अङ्गमारोहति. राजा निवार्य: दुर्जय भो कष्टम्. हृदयप्रीतिजननो यो मे नेत्रोत्सवः स्वयं सोऽयं कालविपर्यासाच्छन्द्रो वह्नित्वमागतः. दुर्जयः: अङ्गे उपवेशं किन्निमित्तं त्वं वारयसि? राजा: त्यक्त्वा परिचितं पुत्रो यत्र तत्र त्वयास्यताम् अद्य प्रभृति नास्तीदं पूर्वभुक्तं तवासनं. दुर्जयः: कुत्र न खलु महाराजो गमिष्यति? राजा: भ्रातृशतम् अनुगच्छामि. दुर्जयः: मामपि तत्र नय. राजा: गच्छ पुत्र, मृगोदरं ब्रूहि. दुर्जयः: ये हि महाराज अन्विष्यसे? राजा: पुत्र केन? दुर्जयः: आर्यमार्येण सर्वेण अन्तःपुरेण च. राजा: गच्छ पुत्र, नाहमागन्तुं समर्थः. दुर्जयः: अहं त्वां नेष्यामि. राजा: बालस्त्वमसि पुत्र. दुर्जयः परिक्रम्य: आर्याः, अयं महाराजः. गान्धारी: कुत्र मे पुत्रकः? जाता दुर्योधन, परिश्रान्तोऽसि किमिति समाश्वासयामि. राजा: मातः, विज्ञापयाम्यत्र भवति. गान्धारी: भणजाता. राजा: नमस्कृत्य वदामि त्वां यदि पुण्यं मया कृतम् अन्यस्यामपि जात्यां मे त्वमेव जननी भव. गान्धारी: मम मनोरथः खलु त्वया ഭണിതः इति മൂർച്ഛതി. നാടകത്തിൻ്റെ കുറച്ചു ഭാഗം കഴിഞ്ഞ ദിവസം എടുത്തിരുന്നു. നിങ്ങൾ ആ പാഠഭാഗം നന്നായി മനസ്സിലാക്കി കാണുമെന്ന് വിചാരിക്കുന്നു. സംഭാഷണങ്ങൾ ആവർത്തിച്ച് കേൾക്കേണ്ടതുണ്ട്, എങ്കിലേ വായിക്കാനും അർത്ഥം മനസ്സിലാക്കാനും സാധിക്കുകയുള്ളൂ. അത് ചെയ്തിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമ്മൾ കഴിഞ്ഞ നാടകഭാഗത്ത് എന്താണ് കണ്ടത്? ദുര്യോധനനെ അന്വേഷിച്ച് ധൃതരാഷ്ട്രം, ഗാന്ധാരിയും ദുർജയനും രണഭൂമിയിൽ എത്തി. അവിടെ അവർ ദുര്യോധനെ അന്വേഷിക്കുന്നു. പക്ഷേ അവർക്ക് അദ്ദേഹത്തെ കണ്ടെത്താൻ സാധിച്ചില്ല. പക്ഷേ അവരുടെ സംസാരവും കാര്യങ്ങളുമൊക്കെ ദുര്യോധനൻ യുദ്ധഭൂമിയിൽ കിടന്ന് കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്, അല്ലേ? ഇനി ബാക്കി എന്താണെന്ന് നമുക്ക് നോക്കാം. ദുർജയഃ: तात അഹം ഗച്ഛാമി. तात കുത്രാസി? അപ്പം ദുർജയനാണ് സംസാരിക്കുന്നത്. ദുർജയൻ പറയുന്നു: तात മുത്തച്ഛ, അഹം ഗച്ഛാമി, ഞാൻ പോകുന്നു. तात കുത്രാസി? तात അച്ഛ, കുത്രാസി, അങ്ങ് എവിടെയാണ്? ഇവിടെ तात എന്നുള്ള ശബ്ദം രണ്ടർത്ഥത്തിൽ പ്രയോഗിച്ചിട്ടുണ്ട്, അല്ലേ? ഓക്കെ. രാജ: അയേ അയമപ്യാഗതഃ. സർവാവസ്ഥായാം ഹൃദയസന്നിഹിതഃ പുത്രസ്നേഹോ മാം ദഹതി. അയേ, എന്തേ? അയമപ്യാഗതഃ, ഇവനും വന്നോ? സർവാവസ്ഥായാം ഹൃദയസന്നിഹിതഃ പുത്രസ്നേഹോ മാം ദഹതി. സർവാവസ്ഥായാം, എല്ലാ അവസ്ഥയിലും, ഏത് സമയത്തും, ഹൃദയസന്നിഹിതഃ പുത്രസ്നേഹഃ, ഹൃദയത്തിലുള്ളതായ, മനസ്സിലുള്ളതായ പുത്രസ്നേഹഃ, പുത്രനോടുള്ള സ്നേഹം, മാം ദഹതി, എന്നെ ദഹിപ്പിക്കുന്നു, എന്നെ വിഷമിപ്പിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ദുർജയഃ: അയം മഹാരാജോ ഭൂമ്യാം ഉപവിഷ്ടഃ. ഈ മഹാരാജാവ് ഭൂമ്യാം ഉപവിഷ്ട ഭൂമിയിൽ കിടക്കുന്നു,
നിലത്ത് കിടക്കുന്നു. രാജ പുത്ര കിമർത്ഥമാഗതഃ, അല്ലയോ മകനെ കിമർത്ഥമാഗതഃ, നീ എന്തിനു വേണ്ടിയാണ് വന്നത്? ദുർജയഃ ത്വം ചിരായസീതി അഹമപി ഖലു തേ അംഗേ ഉപവിശാമി അംഗമാരോഹതി. ത്വം ചിരായസീതി, ത്വം എന്നുള്ള വാക്കിന് എന്താ അർത്ഥം? നീ. ഇവിടെ നമ്മളെങ്ങനെയാ, ഏത് വാക്കാണ് അതിന് പകരമായിട്ട് ഉപയോഗിക്കേണ്ടത്? അങ്ങ്. ത്വം ചിരായസീതി, അങ്ങ് വൈകിയത് കൊണ്ടാണ്. അഹമപി ഖലു തേ അംഗേ ഉപവിശാമി, ഞാൻ തേ അംഗേ അങ്ങയുടെ മടിയിൽ ഉപവിശാമി ഇരിക്കുന്നു, ഞാൻ അങ്ങയുടെ മടിയിൽ ഇരിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അംഗമാരോഹതി മടിയിലേക്ക് കയറുന്നു. രാജ നിവാര്യ ദുർജയ ദുർജയ ഭോ കഷ്ടം. നിവാര്യ, അദ്ദേഹം അത് തടസ്സപ്പെടുത്തുന്നു. ആ മടിയിലേക്ക് കയറാൻ ഒരുങ്ങുന്ന മകനെ അദ്ദേഹം തടഞ്ഞുകൊണ്ട് പറയുന്നു, ദുർജയ ദുർജയ എന്ന് വിളിച്ചിട്ട് അദ്ദേഹം പറയുന്നു, ഭോ കഷ്ടം, കഷ്ടം തന്നെ. കാരണം തുട തകർന്ന് ആണ് അദ്ദേഹം അവിടെ കിടക്കുന്നത്, അസഹനീയമായ വേദന അനുഭവിക്കുകയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് കഷ്ടം തന്നെ. ഹൃദയപ്രീതി ജനനോ യോ മേ നേത്രോത്സവ സ്വയം സ്വയം കാലവിപര്യാസാച്ഛന്ദ്രോ വന്യത്വമാഗതഃ. അത് പദം പിരിക്കാം ടീച്ചറെ. ഹൃദയപ്രീതി ജനനഃ യഹ മേ നേത്രോത്സവഃ സ്വയം സഹ അയം കാലവിപര്യാസാത് ചന്ദ്രഃ വഹ്നിത്വമാഗതഃ വന്യത്വം ആഗതഃ. ഹൃദയപ്രീതിജനനോ യോ മേ നേത്രോത്സവഃ സ്വയം സ്വയം കാലവിപര്യാസാച്ഛന്ദ്രോ വന്യത്വമാഗതഃ. ഈ പദ്യത്തിൻ്റെ അന്വയവും അർത്ഥവും ഈ പാഠം കഴിഞ്ഞ ശേഷം കിടപ്പുണ്ട്, അത് നിങ്ങൾ നോക്കിക്കോണം. യഹ ഹൃദയപ്രീതിജനനഃ സ്വയം നേത്രോത്സവഃ സഹ അയം ചന്ദ്രഃ കാലവിപര്യാസാത് മേ വന്യത്വം ആഗതഃ. യഹ ഹൃദയപ്രീതിജനനഃ, യാതൊന്നാണോ ഹൃദയപ്രീതിജനനഃ, ഹൃദയത്തിന് പ്രീതി ജനിപ്പിക്കുന്നത്, മനസ്സിന് സന്തോഷം നൽകുന്നത്. സ്വയം നേത്രോത്സവഃ അഭവത്, അതെങ്ങനെയായി തീരണം? മനസ്സിന് സന്തോഷം നൽകുന്നത് കണ്ണിനും ആനന്ദം നൽകണം, അങ്ങനെയല്ലേ? ആണ്. സഹായം ചന്ദ്രഃ കാലവിപര്യാസാത് മേ വന്യത്വം ആഗതഃ. സഹായം ചന്ദ്രഃ, അങ്ങനെയുള്ളതായ ഈ ചന്ദ്രൻ, ഹൃദയത്തിന് സന്തോഷം നൽകേണ്ടതായ ഈ മകൻ, കാലവിപര്യാസാത് കാലക്കേടുകൊണ്ട് ദൗർഭാഗ്യവശാൽ മേ വന്യത്വമാഗതഃ, എനിക്ക് എന്തിനെ നൽകുന്നു എന്ന് പറയുന്നു? വന്യത്വം, ചൂടിനെയാണ് നൽകുന്നത്, വേദനയെയാണ് നൽകുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പം മനസ്സിന് കുളിർമ നൽകുന്നത് കണ്ണിനും ആനന്ദം നൽകേണ്ടതാണ്. പക്ഷേ ഇവിടെ എന്ത് സംഭവിച്ചിരിക്കുന്നു? മനസ്സിന് സന്തോഷത്തെ നൽകുന്നതായ ചന്ദ്രൻ ഇന്നെനിക്ക് എന്തിനെ നൽകുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ചന്ദ്രൻ എന്താണ്? ചന്ദ്രൻ കുളിർമ നൽകേണ്ട ആളാണ്. പക്ഷേ ആ ചന്ദ്രൻ, ആ മകൻ ഇപ്പോൾ അദ്ദേഹത്തിന് ആ ദുഃഖത്തെ നൽകുന്നു, വേദനയെ നൽകുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. സാരം ടീച്ചർ വായിക്കാം. ചന്ദ്ര ഇവ യഹ ഹൃദയാകർഷകഃ നേത്രാനന്ദകരഃ അഭവത് സഹ അയം മമ പുത്രഃ ഇദാനീം വിധി വൈപരീത്യാത് അഗ്നിരിവ മേ സന്താപം ജനയതി. ചന്ദ്ര ഇവ യഹ ഹൃദയാകർഷകഃ, ചന്ദ്രനെ പോലെ ഹൃദയത്തിന് സന്തോഷം നൽകുന്നത്. സഹായം മമ പുത്രഃ, അങ്ങനെയുള്ളതായ പുത്രൻ, ഹൃദയത്തിന് ആനന്ദത്തെ നൽകിക്കൊണ്ടിരുന്നതായ പുത്രൻ, ഇദാനീം ഇപ്പോൾ, വിധി വൈപരീത്യാത് ഭാഗ്യക്കേടുകൊണ്ട് കാലക്കേടുകൊണ്ട്, അഗ്നിരിവ അഗ്നിയെപ്പോലെ മേ സന്താപം ജനയതി, എനിക്ക് സന്താപത്തെ അല്ലെങ്കിൽ എനിക്ക് ചൂടിനെ ജനിപ്പിക്കുന്നു അല്ലെങ്കിൽ നൽകുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്താണ് അങ്ങനെ പറയാൻ കാര്യം? ഈ അവസ്ഥയിൽ, കാരണം ആസന്ന മരണനായി കിടക്കുകയാണ് അദ്ദേഹം. അപ്പോൾ ആ അവസ്ഥയിൽ തൻ്റെ മകനെ കണ്ടപ്പോൾ ഉണ്ടായതായ ദുഃഖം താങ്ങാൻ കഴിയാതെ അദ്ദേഹം പറയുന്ന വാക്കുകളാണ് നാം ഇവിടെ കാണുന്നത്. ദുർജയഃ അങ്കേ ഉപവേശം കിന്നിമിത്തം ത്വം വാരേസി. അങ്കേ ഉപവേശം, മടിയിലിരിക്കുന്നതിനെ, കിന്നിമിത്തം ത്വം വാരേസി, അങ്ങ് എന്തുകൊണ്ടാണ് തടയുന്നത്? അങ്ങ് എന്തിനാണ് അതിനെ തടയുന്നത്? രാജ ത്യക്ത്വാ പരിചിതം പുത്രോ യത്ര തത്ര ത്വയാസ്യതാം അദ്യ പ്രഭൃതി നാസ്തീതം പൂർവഭുക്തം തവാസനം. അപ്പോൾ എന്തുകൊണ്ടാണ് മടിയിലിരിക്കുന്നതിനെ തടയുന്നത് എന്ന മകൻ്റെ ചോദ്യത്തിന് അദ്ദേഹം ഉത്തരം പറയുന്നു. എന്താണ്? പദച്ഛേദം പറയാം. ത്യക്ത്വാ
പരിചിതം പുത്രഃ യത്ര തത്ര ത്വയാ ആസ്യതാം അദ്യ പ്രഭൃതി നാസ്തി ഇദം പൂർവഭുക്തം തവാസനം. त्यक्त्वा परिचितं पुत्रो यत्र तत्र त्वयास्यताम् अद्य प्रभृति नास्ति इदं पूर्वभुक्तं तवासനം. അതിൻ്റെ അന്വയം നോക്കിക്കോളൂ. ഹേ പുത്ര, അദ്യ പ്രഭൃതി പൂർവഭുക്തം ഇദം തവാസനം ന അസ്തി. അതഃ ഇദം പരിചിതം ആസനം ത്യക്ത്വാ യത്ര തത്ര ത്വയ ആസ്യതാം. ഹേ പുത്ര, അലയോ മകനെ, അദ്യ പ്രഭൃതി ഇന്നു മുതൽ പൂർവഭുക്തം ഇദം തവ ആസനം, പൂർവഭുക്തം മുൻപ് നീ അനുഭവിച്ചു കൊണ്ടിരുന്നതായ ഇദം തവ ആസനം നിന്റെ ഈ ഇരിപ്പിടം നാസ്തി ഇനിയില്ല. നീ മുൻപ് അനുഭവിച്ചു കൊണ്ടിരുന്ന ഈ ഇരിപ്പിടം നിനക്കില്ലാണ്ടാവുകയാണ്. അതഃ അതുകൊണ്ട് ഇദം പരിചിതമാസനം തെക്ത്വ, പരിചിതമായ ചിരപരിചിതമായ ഈ ആസനത്തെ, ഈ ഇരിപ്പിടത്തെ ഉപേക്ഷിച്ചിട്ട് എത്ര തത്ര ത്വയാസ്യതാം, നീ മറ്റെവിടെയെങ്കിലും പോയിരുന്നാലും എന്നാണ് അദ്ദേഹം പറയുന്നത്. ദുർജയൻ അത് കേട്ടിട്ട് എന്തു പറയുന്നു നോക്കൂ. കുത്ര ന ഖലു മഹാരാജോ ഗമിഷ്യതി, മഹാരാജാവേ അങ്ങ് കുത്ര ഗമിഷ്യതി, എവിടേക്കാണ് പോകുന്നത്? രാജ ഭ്രാതൃശതം അനുഗച്ഛാമി, ഞാൻ എന്ത് ചെയ്യുന്നു? എൻ്റെ 100 സഹോദരന്മാരെ ഞാൻ അനുഗച്ഛാമി, അനുഗമിക്കുന്നു, ഞാൻ അവരോടൊപ്പം പോവുകയാണ്. എന്താണത് പറയാൻ കാര്യം? കുരുക്ഷേത്ര യുദ്ധത്തിൽ അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരെല്ലാം മരണപ്പെട്ടു കഴിഞ്ഞു. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് ഞാൻ അവരെ പിന്തുടരുകയാണ്, അവരോടൊപ്പം പോവുകയാണ്. അപ്പം ദുർജയൻ പറയുന്നു, മാമപ്പി തത്ര നയ, എന്നെയും കൂടി അവിടേക്ക് കൊണ്ടുപോകൂ. എന്നെ എന്തിനാണ് ഇവിടെ ഉപേക്ഷിക്കുന്നത്? അങ്ങ് എന്നെയും കൂടി കൊണ്ടുപോകൂ. കൊച്ചുകുട്ടിയാണ്, അവൻ അറിയില്ല, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ രാജാവ് പറയുന്നു, ഗച്ഛ പുത്ര മൃഗോദരം ബ്രൂഹി, പുത്ര ഗച്ഛ, മകനെ പോകൂ. എന്നിട്ട് എന്ത് ചെയ്യുമെന്ന് പറയുന്നു? മൃഗോദരം ബ്രൂഹി, നീ ഭീമസേനനോട് പറയൂ. ഇപ്പം ഈ അവസ്ഥയിൽ എത്തിച്ചിരിക്കുന്നത് ആരാണ്? അദ്ദേഹത്തെ ഭീമനാണ്. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്, നിനക്ക് നീ എന്ത് ചെയ്യുക? നീ ഭീമസേനോട് പറയൂ എന്നോടൊപ്പം പോകണമെങ്കിൽ എന്നാണ് അദ്ദേഹം പറയുന്നത്. അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്താണെന്ന്. ദുർജയ ഏഹി മഹാരാജ അന്വേഷ്യസേ, മഹാരാജ ഏഹി, മഹാരാജാവേ വന്നാലും, അന്വേഷ്യസേ, അന്വേഷ്യസേ അങ്ങേ അന്വേഷിക്കുന്നുണ്ട്. രാജ പുത്ര കേന, മകനെ ആരാണ് എന്നെ അന്വേഷിക്കുന്നത് എന്ന് അദ്ദേഹം ചോദിക്കുന്നു. ദുർജയ ആര്യമാര്യേണ സർവേണ അന്തപുരേണ ച, ആര്യമാര്യേണ മുത്തച്ഛനും മുത്തശ്ശിയും അതുപോലെ സർവേണ അന്തപുരേണ ച, അന്തപുരത്തിലുള്ള എല്ലാവരും അങ്ങേ അന്വേഷിക്കുന്നു. രാജ ഗച്ഛ പുത്ര നാഹമാഗന്തും സമർത്ഥ, പുത്ര ഗച്ഛ, മകനെ പോകൂ. ന അഹം ആഗന്തും സമർത്ഥ, ആഗന്തും വരാൻ, അഹം ന സമർത്ഥ, ഞാൻ സമർത്ഥനല്ല, എനിക്ക് കഴിയില്ല, നിന്നോടൊപ്പം വരാൻ എനിക്ക് കഴിയില്ല. ദുർജയ അഹം ത്വം നേഷ്യാമി, അപ്പം അവൻ പറയുന്നു, ബാലോചിതമായ കൗതുകത്തോടെയാണ് അവൻ പറയുന്നത്. എന്താണ്? അഹം ത്വം നേഷ്യാമി, അങ്ങയെ ഞാൻ നേഷ്യാമി, ഞാൻ നയിക്കാം, ഞാൻ കൊണ്ടുപോകാം എന്ന് പറയുന്നു. രാജ ബാലഹ ത്വം അസി പുത്ര, പുത്ര മകനെ, ത്വം ബാലഹാസി, നീ കൊച്ചുകുട്ടിയാണ്, നിനക്ക് എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ കഴിയില്ല, നീ കുഞ്ഞാണ് എന്ന് അദ്ദേഹം പറയുന്നു. ദുർജയ പരിക്രമ്യ ആര്യാഹ അയം മഹാരാജ. അപ്പം ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു, ഇതൊരു സ്റ്റേജിൽ ഒരു നാടകം നടക്കുന്ന രീതിയിലാണ് കാര്യം അവതരിപ്പിക്കുന്നത്. അപ്പം ദുർജയൻ പരിക്രമ്യ എന്ന് വെച്ചാൽ ഒന്ന് ചുറ്റിക്കറങ്ങുക, വേദിയിൽ തന്നെ ഒന്ന് നടക്കുക. നടന്നിട്ട് ആര്യാഹ ശ്രേഷ്ഠരെ, ഈ വാക്കിന് അർത്ഥം ടീച്ചർ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ശ്രേഷ്ഠരെ, അയം മഹാരാജ, മഹാരാജാവ് ഇതാ, മഹാരാജാവ് ഇവിടെയുണ്ട് എന്ന് പറയുന്നു. അത് കേട്ടിട്ട് ഗാന്ധാരി എന്തു പറയുന്നു? കുത്രമേ പുത്രകഃ ജാത ദുര്യോധന പരിശ്രാന്തോസി കിമിതി സമാശ്വാസയാമി. അത് ഗാന്ധാരി എന്താണ് പറയുന്നത്? പുത്രക വളരെ സ്നേഹത്തോടു കൂടിയാണ് അവർ പറയുന്നത്. മേ പുത്രകഃ കുത്ര, എൻ്റെ മകൻ, എൻ്റെ പൊന്നുമോൻ കുത്ര എവിടെയാണ്, എൻ്റെ മകൻ എവിടെയാണ് എന്ന് അവൾ ചോദിക്കുന്നു. ജാത ദുര്യോധന, മകനെ ദുര്യോധന, പരിശ്രാന്തോസി, നീ ക്ഷീണിതനാണോ? മകനെ നീ ക്ഷീണിതനാണോ? കിമിതി സമാശ്വാസയാമി, എന്തു പറഞ്ഞാണ്
ആശ്വസിപ്പിക്കുന്നത്, അല്ലെങ്കിൽ എന്താണെന്ന് കരുതിയാണ് ആശ്വസിപ്പിക്കുന്നത്. കാരണം അവർക്ക് കാണാൻ കഴിയുന്നില്ല, മകൻ്റെ അവസ്ഥ എന്താണെന്ന് അവർക്ക് കാണാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. രാജ മാതഃ വിജ്ഞാപയാമ്യത്ര ഭവതീം. അപ്പോൾ എന്തു പറയുന്നു? അമ്മയുടെ ചോദ്യത്തിന് മറുപടിയായിട്ട് ദുര്യോധനൻ എന്താണ് പറയുന്നത്? മാതഃ, അമ്മേ, ഭവതീം വിജ്ഞാപയാമി, അത്ര ഭവതീം വിജ്ഞാപയാമി, അത്ര ഇവിടെ വെച്ചുകൊണ്ട് ഞാൻ ഭവതിയോട് വിജ്ഞാപയാമി, ഞാൻ അറിയിക്കുന്നു, ഞാൻ അമ്മയെ അറിയിക്കുന്നു. എന്താണ്? ഗാന്ധാരി ജാത ഭണ, മകനെ പറയൂ. രാജ നമസ്കൃത്യ വദാമി ത്വാം യതി പുണ്യം മയാ കൃതം അന്യസ്യാമപി ജാത്യാം മേ ത്വമേവ ജനനീ ഭവ. നമസ്കൃത്യ വദാമി ത്വാം യതി പുണ്യം മയാ കൃതം അന്യസ്യാം അപി ജാത്യാം മേ ത്വമേവ ജനനീ ഭവ. നമസ്കൃത്യ വദാമി ത്വാം യതി പുണ്യം മയാ കൃതം അന്യസ്യാമപി ജാത്യാം മേ ത്വമേവ ജനനീ ഭവ. അന്വയം നോക്കുക. ത്വാം നമസ്കൃത്യ വദാമി യതി പുണ്യം മയാ കൃതം അന്യസ്യാമപി ജാത്യാം മേ ത്വമേവ ജനനീ ഭവ. ത്വാം നമസ്കൃത്യ, ത്വാം എന്ന് വെച്ചാൽ എന്താ അർത്ഥം? നിന്നെ. ഇവിടെ നിന്നെ എന്ന് പറയുമോ? ഇല്ല. അപ്പം ത്വാം നമസ്കൃത്യ, അമ്മയെ നമസ്കരിച്ചുകൊണ്ട്, അഹം വദാമി, ഞാൻ പറയുന്നു. എന്താണ്? യതി പുണ്യം മയാ കൃതം, ഞാൻ പുണ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ, ഞാൻ നല്ല പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, നല്ല കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, അന്യസ്യാമപി ജാത്യാം, ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ, മേ ത്വമേവ ജനനീ ഭവ, ത്വമേവ, നീ തന്നെ, മേ ജനനീ ഭവ, എൻ്റെ അമ്മയായി തീരട്ടെ എന്നാണ് പറയുന്നത്. അമ്മയായി തീർന്നാലും, അപ്പോൾ ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ ഭവതി തന്നെ എൻ്റെ അമ്മയായി തീരണം എന്ന് ആരാഗ്രഹിക്കുന്നു? ദുര്യോധനൻ ആഗ്രഹിക്കുകയാണ്. അതാണ് ദുര്യോധനൻ അമ്മയോട് പറയുന്നത്. ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ ആ ജന്മത്തിലും അമ്മ തന്നെ എൻ്റെ അമ്മയായി തീരട്ടെ എന്നാണ് പറയുന്നത്. ഗാന്ധാരി മമ മനോരഥഃ ഖലു ത്വയാ ഭണിതഃ ഇതി മൂർച്ഛതി. മമ മനോരഥഃ ഖലു, എൻ്റെ മനോരഥം തന്നെയാണ്, എൻ്റെ മനസ്സ് തന്നെയാണ്, എൻ്റെ മനസ്സിൽ എന്താണോ ഉണ്ടായിരുന്നത് അത് തന്നെയാണ് ത്വയാ ഭണിതഃ, നിന്നാൽ പറയപ്പെട്ടത്, നീ പറഞ്ഞത്. ഇതി മൂർച്ഛതി എന്ന് പറഞ്ഞുകൊണ്ട് മോഹാലസ്യപ്പെട്ട് വീഴുന്നു. അപ്പോൾ നാടകം വളരെ ഹൃദയസ്പർശിയായ ഒരു നാടകമാണ്. വളരെ ശ്രദ്ധയോടുകൂടി വേണം നിങ്ങൾ ഈ നാടകം കേൾക്കാൻ. ടീച്ചർ ഇത് 3 വീഡിയോയിലൂടെയാണ് നിങ്ങളെ പഠിപ്പിച്ചതെങ്കിലും ഇത് ഒരുമിച്ച് കേൾക്കാൻ, ഈ 3 വീഡിയോയും ഒരേ സമയത്ത് കേൾക്കാൻ എൻ്റെ കുട്ടികൾ ശ്രമിക്കണം. എങ്കിലേ ഈ നാടകത്തിൻ്റെ ഒരു ആസ്വാദ്യ തലം, നാടകം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. അതുപോലെ തന്നെ മക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നാടകമാണ് ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് വലിയ വിശാലമായ അർത്ഥത്തെയാണ് കാണിക്കുന്നത്. അപ്പം വളരെ ശ്രദ്ധയോടുകൂടി നാടകം വീഡിയോകൾ കേൾക്കുക, വായിക്കാൻ പഠിക്കുക. അതുപോലെ തന്നെ മറ്റ് പാഠഭാഗങ്ങൾ പോലെ തന്നെ ഈ പാഠഭാഗവും വായിച്ച് അതിൻ്റെ ഓഡിയോ നിങ്ങൾ ഇടേണ്ടതാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി വേണം കേൾക്കാൻ. ഇനി നമുക്ക് പഠന പ്രവർത്തനങ്ങളെക്കുറിച്ച് നോക്കാം. ഇവിടെ ആദ്യത്തെ പഠന പ്രവർത്തനത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കൂ. നാടകം പഠിത്വ പിതൃപുത്രബന്ധം മാതൃപുത്രബന്ധം ചാധികൃത്യ ചർച്ചാം കൃത്വ ടിപ്പണിം ലിഖതു. നാടകം പഠിച്ചതിന് ശേഷം നമ്മൾ അച്ഛനും മകനുമായിട്ടുള്ള ബന്ധം, അമ്മയും മകനുമായിട്ടുള്ള ബന്ധം, ഈ 2 ബന്ധങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്തിട്ട് നോട്ട്സ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നാടകം പഠിച്ച നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ തോന്നുന്നുണ്ടോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കൂ. അസ്മാത് പാഠഭാഗാത് സംബോധനാന്ത പ്രഥമാരൂപാണി ചിത്വ ലിഖതു. ഈ പാഠഭാഗത്തിൽ നിന്നും സംബോധന പ്രഥമാരൂപങ്ങൾ ചിത്വ ലിഖതു തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ സംബോധന പ്രഥമ എന്നുള്ള രീതിയിലാണ് ഇവിടെ പറയുന്നത്. സംബോധന പ്രഥമ നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ട്. വിഭക്തയഃ എന്നുള്ള വീഡിയോയിൽ ടീച്ചർ പറഞ്ഞിട്ടുണ്ട്. സംബോധന പ്രഥമ രൂപങ്ങൾ എങ്ങനെയാണ് വരിക? ഇപ്പോൾ രാമശബ്ദമാണെങ്കിൽ എങ്ങനെയായിരുന്നു അതിൻ്റെ സംബോധന പ്രഥമ? ഹേ രാമ, ഹേ രാമൗ, ഹേ രാമാഹ
എന്ന രീതിയിലാണ് സംബോധന പ്രഥമ രൂപങ്ങൾ വരുന്നത്. ഇവിടെ നിങ്ങൾ പാഠഭാഗത്തിൽ നിന്ന് സംബോധനാരൂപങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തി എഴുതുക. ഏതാണ് സംബോധനാരൂപങ്ങൾ അറിയോ? 1-2 ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ടീച്ചർ പറഞ്ഞുതരാം. അവിടെ പുത്ര, പുത്രക. അടുത്ത ക്വസ്റ്റ്യൻ പ്രശ്നോത്തര ക്രീഡാം പ്രചാലയതു. നാടകം പഠിച്ചിട്ട് പാഠഭാഗം നന്നായി മനസ്സിലാക്കിയതിന് ശേഷം ചോദ്യങ്ങളും ആ ചോദ്യങ്ങളുടെ ഉത്തരവും എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത പഠന പ്രവർത്തനം ഏതാണ്? നാടകം കഥാരൂപേണ പരിവർത്തയതു. ഈ നാടകത്തെ കഥാരൂപത്തിലേക്ക് മാറ്റി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. സംഭാഷണങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് അതിനെ ഒരു കഥാരൂപത്തിലാക്കുക. അടുത്ത പഠന പ്രവർത്തനം എന്താണ്? കഥാപാത്രാനുസാരം നാടകം കക്ഷ്യായാം അവതാരയതു. കഥാപാത്രങ്ങൾക്കനുസരിച്ച് ഈ നാടകം ക്ലാസ്സിൽ അവതരിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. പിന്നെ പര്യായപദങ്ങൾ കൊടുത്തിരിക്കുന്നു. ഏതൊക്കെയാണ്? പുത്രഃ, സൂനുഹു, തനയഃ, സുതഃ, രാജ, നൃപഃ, ഭൂപതിഃ, നൃപതിഃ, വഹ്നിഃ. അതിനെന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്? അഗ്നിഃ, അനലഃ. അപ്പോൾ നിങ്ങൾ ആദ്യം ഈ നാടകം നന്നായി മനസ്സിലാക്കുക. അതിനുശേഷം നമുക്ക് പഠന പ്രവർത്തനത്തെക്കുറിച്ച് ചിന്തിക്കാം. ടീച്ചർ വേണ്ടുന്ന സഹായങ്ങൾ നിങ്ങൾക്ക് ചെയ്യുന്നതായിരിക്കും.